നമുക്ക് മൊത്തം അലേർട്ടായി. ഇനി ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ അവൻ. കാരണം അടിച്ചിട്ട് കഴിഞ്ഞാൽ അധികം ദൂരത്തോട്ടൊന്നും പോകാനുള്ള സാധ്യതയില്ല. ഫ്രഷ് കാൽപ്പാടും ചാടി ഓടുന്ന ഒരു അനക്കവും തൊട്ടുമേലുണ്ട്. നോക്കി എന്നെ ഒരു കാഴ്ചയാന്ന് നോക്കി. ഓഹോ രക്ഷയില്ല കേട്ടോ. നമ്മളിൽ വെള്ളം തീർന്നായിരുന്നു. ഈ പുള്ളിപ്പുലി അടിച്ചത് കേട്ടോ, പുള്ളിമാനെ. ഇവിടെ ഉള്ളതിൽ നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് ഇതാണ്. വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് കാട്ടുപോത്തിനെ കാണാതെ പോന്നിട്ടുള്ള റൂട്ടിൽ ഉണ്ടോ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് ചാകുന്നതിന് മുമ്പേ നടന്നിട്ടുള്ള ഫൈറ്റ് സീനുകളാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ കടുവയെ തപ്പി പോകാം കേട്ടോ. അപ്പം ഉൾക്കാട്ടിലേക്ക് കയറിയിട്ട് കടുവയെ തപ്പുന്ന ഒരു വീഡിയോ ആട്ടോ ഇന്നത്തേത്. രാവിലെ 7 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്ന പാടെ തന്നെ നമ്മളിങ്ങോട്ട് കയറിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിങ്സ് ഉണ്ട്. ഇന്ന് അധികം വണ്ടികളൊന്നും ചെക്ക് പോസ്റ്റ് കടന്ന് പോയിട്ടില്ല, രാവിലെ പോകുന്ന ബസ്സല്ലാതെ. അതുകൊണ്ട് തന്നെ റോഡിൽ തന്നെ ഇഷ്ടംപോലെ ആനിമൽസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ സൈറ്റിങ്സ് തന്നെ അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഈ രാവിലെ 7 മണിക്ക് തുറക്കുന്ന ചെക്ക് പോസ്റ്റ് നമ്മുടെ തമിഴ്നാട് ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള സേതുമട ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇത് എനിക്ക് റോഡിൽ കിട്ടുന്ന കാട്ടുപോത്ത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആകെ ബസ് മാത്രമേ മുന്നേ പോയിട്ടുള്ളൂ, വേറെ വണ്ടികളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കാട്ടുപോത്തൊക്കെ റോഡിൽ തന്നെ ഉണ്ടേ. ഇത് ചെറുതും വലുതുമായിട്ട് ഒത്തിരി എണ്ണം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്, റോഡിന് നടുക്കും കേട്ട് എനിക്ക് നമ്മൾ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിങ്ങ് വരുമായിരുന്നു. വലുതാ വമ്പൻ സാധനം. റോഡിന്റെ താഴെ മുകളിലൊക്കെ ആയിട്ട് ചെറുതും വലുതായിട്ട് ഒരുപാടെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആദ്യം കയറി പോരുവാണെങ്കിൽ പറമ്പിക്കുളം വരുമ്പോൾ മിക്കവാറും നമുക്ക് ഇതിനെ റോഡ് സൈഡിൽ തന്നെ കിട്ടാറുണ്ട്. വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് കാട്ടുപോത്തിനെ കാണാതെ പോന്നിട്ടുള്ളൂ പറമ്പിക്കുളത്തേക്കുള്ള റൂട്ടിൽ. ചെറുതാണേ ഉള്ളൂ. കേറാൻ തോന്നുന്നു കേട്ടോ. ഇഷ്ടപ്പെടാത്തതാണോ? ചെറിയൊരു ഇഷ്ടക്കേട് കാണിച്ചതാണെന്ന് തോന്നുന്നു. നമുക്ക് പറമ്പിക്കുളത്തേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് 2 ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാനുണ്ട്. ഒന്ന് ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള സേതുമട ചെക്ക് പോസ്റ്റ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ ആൾക്ക് 30 രൂപ വെച്ച് എൻട്രി ഫീ അടയ്ക്കണം. അതുപോലെ വാഹനത്തിന് 50 രൂപ അടയ്ക്കണം. 2 വീലേഴ്സ് അലൗഡ് അല്ല, 4 വീലേഴ്സ് മാത്രമേ അലൗഡ് ഉള്ളൂ. ക്യാമറ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ചാർജ് അടയ്ക്കണം. 50 രൂപയാണ് ക്യാമറയുടെ, സ്റ്റിൽ ക്യാമറയുടെ ചാർജ്. വീഡിയോ ക്യാമറ ആണെങ്കിൽ 350 രൂപ അടയ്ക്കണം. അവിടെ നമ്മുടെ വാഹനമൊക്കെ ചെക്ക് ചെയ്യും. മദ്യമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാട്ടിലേക്ക് കയറ്റാൻ പാടില്ല. നമ്മൾ പോരുന്ന വഴിക്ക് തന്നെ തമിഴ്നാടിൻ്റെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പറമ്പിക്കുളത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ടോപ്പ് സ്ലിപ്പിലും കുറച്ച് എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ബസ് സഫാരിയും അതുപോലെ ജീപ്പ് സഫാരിയൊക്കെ അവൈലബിൾ ആണ്. അവിടെ ഒരു എലഫൻറ്റ് ട്രെയിനിങ് ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് സഫാരിയൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ പോയി കാണാനുള്ള അവസരമുണ്ട്. അപ്പം അതല്ലെങ്കിൽ നേരെ പറമ്പിക്കുളത്തേക്ക് പോകാം. പറമ്പിക്കുളത്ത് പ്രോഗ്രാംസ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ട്രെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻട്രി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റിൽ എക്സ്ട്രാ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ടോപ്പ് സ്ലിപ്പിൽ മാത്രമല്ല നമ്മുടെ പറമ്പിക്കുളത്തും ഒരുപാട് എക്കോ ടൂറിസം ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാട് ട്രെക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോഫ്റ്റ് ട്രെക്കിങ്ങും അതുപോലെ ഹാർഡ് ട്രെക്കിങ്ങും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് വേണമെങ്കിൽ താമസിക്കാം. അതുപോലെ തന്നെ കാടിനുള്ളിൽ പോയിട്ട് ദ്വീപിലൊക്കെ താമസിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പലതും നമ്മുടെ ചാനലിലൂടെ നമ്മൾ മുന്നേ കവർ ചെയ്തതാണ് കേട്ടോ. ഒരു എല്ലാ പ്രോഗ്രാംസും തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തതാണ്. പിന്നെ ബസ് സഫാരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പറമ്പിക്കുളത്ത്. അതിൽ ബസ് സഫാരി ഒഴികെ ബാക്കി എല്ലാ പ്രോഗ്രാംസും ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പം വന്നു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ കിട്ടാതെ വരും. അപ്പോൾ സ്റ്റേ ഒക്കെ പ്രത്യേകിച്ച് ബുക്ക് ചെയ്ത് മാത്രമേ വരാവുള്ളൂ.
അപ്പോൾ പറമ്പിക്കുളത്തും അതുപോലെ പറമ്പിക്കുളത്തേക്ക് പോകുന്ന റൂട്ടിൽ ആനമലൈ ടൈഗർ റിസർവിലും ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്ന ചില സൈറ്റിങ്സ് ആണ് കേട്ടോ ഈ കരിങ്കുരങ്ങുകളും പുള്ളിമാനുകളും മയിലുകളും ഒക്കെ. അതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ കാട്ടുപോത്തുകളെയും ചിലപ്പോൾ ആനയൊക്കെ കാണാറുണ്ട് ഈ റോഡിൽ. മയിലുകളെയൊക്കെ സ്ഥിര സാന്നിധ്യം കേട്ടോ അവിടെ. എനിക്ക് എന്നാ ഭംഗിയാന്ന് നോക്കി, വളരെ ക്ലോസ് ആയിട്ട് തന്നെ റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിനോട് അടുത്തപ്പോഴത്തേക്കും അവിടെ വഴി സൈഡിലെല്ലാം ഇഷ്ടംപോലെ മയിലുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴേ മാനും മയിലും ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവും, കാട്ടുപോത്തുകളും അങ്ങനെ കുരങ്ങുകളും ഒക്കെ ചിലപ്പോൾ റോഡിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ഡ്രൈവ് ചെയ്ത് പോകുക, വളരെ സ്ലോയിൽ ഡ്രൈവ് ചെയ്യുക. മൃഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് വഴി മാറി കൊടുക്കുക അല്ലെങ്കിൽ വഴിയിൽ നിർത്തി കൊടുക്കുക. അപ്പോൾ ഈ കാട്ടിൽ മാത്രമല്ല കേട്ടോ, ഏത് കാട്ടിൽ പോയാലും വളരെ ശ്രദ്ധിച്ച് മാത്രം സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്ത് പോവുക കേട്ടോ. നോക്കിയ കാടിൻ്റെ ഒരു ആംബിയൻസ് നോക്കിയേ, ഇതുകൊണ്ടോ ചെറിയ രാവിലെ ആയതുകൊണ്ട് ചെറിയ മഞ്ഞുമൊക്കെ ഉണ്ടേ. നോക്കി അവിടെ മാനെ അടിച്ചിട്ടേക്കുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്, കാണിച്ചുതരാം. വലിയൊരു പുള്ളിമാനാണ് കേട്ടോ. എനിക്ക് ബാക്കി കാക്കി അടിക്കുകയാണ്. ഈ പുള്ളിപ്പിലി അടിച്ചു കേട്ടോ, പുള്ളിമാനെ. ശരിക്കും കടുവയാണെങ്കിൽ കാട്ടുപോത്തിനെയൊക്കെ അടിക്കാനേ മെനക്കുള്ളൂ. പൊതുവേ ഇതിനെ അങ്ങനെ അടിച്ച് കണ്ടിട്ടില്ല, കാണാറില്ല, അടിക്കില്ല എന്നല്ല. പക്ഷെ ഇത് പുള്ളിപ്പുലിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും മരത്തേരെ എവിടെയെങ്കിലും വിശ്രമിക്കുന്നുണ്ടാവും, ഭക്ഷണം വേറെ നിറയെ കഴിച്ചിട്ട്. നോക്കി എന്നെ ഒരു കാഴ്ചയാന്ന് നോക്കി, ഓഹോ രക്ഷയില്ല കേട്ടോ. ചെറുതായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നു, അതുപോലെ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതിനകത്ത് കുറേ മാനുകൾ, അത് കുറേ എണ്ണം റോഡിൻ്റെ ഇപ്പുറ സൈഡിൽ, ബാക്കി അവിടുന്ന് വരിയായിട്ട് ക്രോസ് ചെയ്ത് വരുന്നതുള്ളേ. ഞങ്ങളവിടെ നിർത്തി കൊടുത്തു മുഴുവൻ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവയെ ശല്യപ്പെടുത്താതെ വെയിറ്റ് ചെയ്ത് നിന്ന് കേട്ടോ. ഓ എന്നാ രസമാന്ന് നോക്കി, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വളരെ പതിയെ കാടിൽ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്ത് പോയാൽ നമുക്കിതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ കാണുന്നത് പുതിയത് വരുന്നതുകൊണ്ടാണ് അല്ലേ? അത് വലുതായി കഴിയുമ്പോൾ ഹാർഡാവും അല്ലേ? തൊട്ടവാടിയാ കഴിച്ച് തിന്നുണ്ടോ അല്ലേ? ആ കാടിനകത്തുനിന്നേ മ്ലാവിൻ്റെ കാർച്ച കേട്ടപ്പോഴത്തേക്കും അലാം കോളാണേ, എല്ലാം അലേർട്ട് ആയതുണ്ടോ. പുള്ളിമാനും കൊടുക്കുന്നുണ്ടല്ലേ മൊത്തത്തിൽ. അതെ എല്ലാം അലേർട്ടായി കണ്ടോ. പിടിച്ചോ അതിനെ? മൊത്തം അലേർട്ടായി. മയിലടക്കം അങ്ങോട്ട് നോക്കും. മാനും മയിലും എല്ലാം അങ്ങോട്ടേക്ക് നോക്കി അലേർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് കാഴ്ചയായിട്ട് എല്ലാം കൂടെ നൈസായിട്ട് സ്ഥലം വിടുകയാണ്. വാല് പൊക്കുന്നില്ല, അത് അപകട സൂചന. വാല് പൊക്കിയിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ നമ്മുടെ ട്രക്കിങ് നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണേ. നമുക്ക് വോളി നെക്ഡ് സ്റ്റോർക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീക്കൊക്കെ എന്നറിയപ്പെടുന്ന സാധനമാണ്. പിന്നെ വലിപ്പം നോക്കി ഇതിലെ തകർത്ത് മേടിച്ച് നടന്ന ഒരു വലിയ കാട്ടുപോത്ത കേട്ടോ. ഇത് കൊമ്പ് അത് കിടക്കുന്നത് വേറേതിൻ്റെ കേട്ടോ. ഇതിൻ്റെ 2 കൊമ്പ് ഇവിടെ ഉണ്ട്. ഊരിപ്പോയതാണോ? നല്ല എമ്മണ്ടം ഫൈറ്റ് നടന്നിട്ടുണ്ടല്ലേ. നാറ്റം കാരണം അടുക്കത്തില്ല കേട്ടോ. നോക്ക്, ആ പാറ കണ്ട സ്ഥലത്തുനിന്ന് പിടിച്ചിട്ട് ഇതിലെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന കേട്ടോ. ഇത് കൊമ്പ് 2 അതിലുണ്ട്, പക്ഷേ കൊമ്പിൻ്റെ പുറത്തെ ഭാഗം ഊരിപ്പോയി. എനിക്ക് വലിച്ച് പറിച്ച് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് സംഭവിച്ചതാണ്. ഉണ്ട്, ഇത്രയും ഭാഗം കിടപ്പുണ്ടോ ഉണ്ടോ? ഇവിടെയൊക്കെ എനിക്ക് വന്ന് ചാകുന്നതിന് മുമ്പേ നടന്നിട്ടുള്ള ഫൈറ്റ് സീനുകളാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആദ്യമേ പുറകിൽ പിടിച്ച് എനിക്ക് കുടലും പണ്ടും എല്ലാം കൂടെ കിടക്കണുണ്ടോ. വാല് പുറകിൽ ആദ്യം പിടിച്ചത്, അതാണ് അത്രയും വാലല്ലേ. അപ്പോൾ പിടിച്ച സ്ഥലത്ത് തന്നെ കൂരയ്ക്ക് ആദ്യം പിടിച്ചിട്ടുണ്ട് കേട്ടോ വാല്. ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് പാറയിൽ നിന്ന് അടിച്ചതായിരിക്കാനാണ് സാധ്യത കേട്ടോ. ഇവിടെ നിന്ന് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയതാണ്. തൊട്ട് സൈഡിൽ കൂടെ ഒരു ചെറിയ ചാല് പോകുന്നുണ്ടേ. അതുകൊണ്ട് തന്നെ തോടും വെള്ളമൊക്കെ ഉള്ള സ്ഥലം കൂട്ടിയാണ് ഇവൻ പൊതുവെ അടിക്കാറ്. ഇതിപ്പോൾ ഒരു 3-4 ദിവസം മാക്സിമം, അതിനപ്പുറം ആയിട്ടില്ല. ഇതിനെ പിടിച്ചിട്ട് നോക്കി ഇത്രയും ഭാഗങ്ങളെ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി ഇതിങ്ങനെ വന്ന് കഴിക്കുന്നത് അഴുകി തുടങ്ങിയ ശേഷം ഇത് കഴിക്കത്തുള്ളൂ. കാരണം ഇതിന് ചവയ്ക്കുന്ന പല്ലുകളില്ലാത്തതുകൊണ്ട്, ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സോഫ്റ്റായിട്ടുള്ള മീറ്റ്സൊക്കെ ആദ്യം കഴിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി അഴുകി തുടങ്ങിയ ശേഷം മാത്രമേ ഇത് കടുവ കഴിക്കുകയുള്ളൂ. ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ അവൻ. കാരണം അടിച്ചിട്ട് കഴിഞ്ഞാൽ അധികം ദൂരത്തോടൊന്നും പോകാനുള്ള സാധ്യതയില്ല. കാരണം അത് ഇന്ന് തീർക്കുന്നവരെ ഈ ഏരിയയിലൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഗൈഡ് പറയുന്നേ ഒരെണ്ണം ആയിരിക്കില്ല, വെയിറ്റിംഗ് സീസൺ ആയതുകൊണ്ട് ഒന്നിൽ കൂടുതൽ 1-2 ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ സബ് അഡൾട്ട് പിന്നെ കപ്സ് ഉണ്ടാവുന്നു. കാരണം 3-4 ദിവസം കൊണ്ട് ഇത്രയും കഴിച്ചു തീർക്കില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ഏതായാലും ഇതൊരു 1-1.5 പരിപാടിയായി പോയി. രാവിലെ അങ്ങോട്ട് നടന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്തോ ടൈഗറിൻ്റെ കാഷ്ടമാണ് ഇത്. ഇന്നത്തെ കേട്ടോ, ഇന്നത്തെ. അതായത് രാവിലെ നമ്മുടെ ഗൈഡി വഴി പാസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞേ ഉണ്ടോ. ഇപ്പം അതും 2 അടുപ്പിച്ചിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെയാണ് 2 ഉണ്ടെന്ന് പറയാൻ കാരണം ഒരിക്കലും ഇതുപോലെ അടുപ്പിച്ച് 2 കാണാറുണ്ടാവില്ല. ഇപ്പോൾ 2 ടൈഗറിൻ്റെ തന്നെയാണ്. ഇതുണ്ടോ, ഇതും തൊട്ട് മുകളിലുള്ള അവിടെ. ഇതുണ്ടോ, ഇത് ചെറിയ പത്മാർക്കാണേ. അപ്പം നമ്മുടെ ഗൈഡുമാർ പറയുന്നത് കുട്ടിയും തള്ളയുമായിരിക്കും. അതുകൊണ്ടാണ് ഒരു ചെറിയ പക്മാർക്ക് കണ്ടത്. അമ്മയും കുട്ടിയാണല്ലേ. അത് വലുതല്ലേ. ഓക്കെ. അപ്പം ഈ 2 ചെറുതും വലുതും കുട്ടികളുള്ളതുകൊണ്ടാണ് അത്രയും തിന്ന് തീർത്തത് അല്ലേ. അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ. ഇതും പുതിയ മാർക്കല്ലേ. ഇത് ഫ്രഷാണ്. സാമ്പാടിയറിൻ്റെയും കരിക്കുരങ്ങിൻ്റെയൊക്കെ അലാംകോളാണ് കേൾക്കുന്നത്. ഭയങ്കര സ്മെല്ലല്ലേ, ഭയങ്കര സ്മെല്ല്. ഇവിടെ കിടന്നതിൻ്റെ കേട്ടോ ഭയങ്കര രൂക്ഷഗന്ധം. ഒരു ബാഡ് സ്മെല്ല് വന്നില്ല. ഇതിൻ്റെ വായിന്ന് വരുന്നതല്ലേ. വരാൻ ചാൻസ്. ജസ്റ്റ് ചാടി ഓടിയിട്ടുള്ളൂ അല്ലേ. അതുകൊണ്ടോ ഇവിടെ ഫ്രഷ് കാൽപ്പാടും ചാടി ഓടുന്ന ഒരു അനക്കവും കേട്ടോ. ജസ്റ്റ് മിസ്സാണ്. അതുകൊണ്ട് ഇവിടെ കിടന്നതിൻ്റെ ഫ്രഷ് പാടൊക്കെ ഉണ്ട്. മ്ലാവ് അലാംകോൾ എടുത്തതിനെ കണ്ടിട്ടായിരുന്നു. തൊട്ട് മേലുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് ചാടി ഓടിയിട്ടേ ഉള്ളൂ. മ്ലാവും മേളിൽ നിന്ന് തന്നെയാണ് കാറുന്നത്.
രണ്ടെണ്ണം ഇവിടെ കിടന്നതിൻ്റെയാണ് അല്ലേ? ഇത്രയും വലുതാന്നാ പറയുന്നത് കേട്ടോ, പാട് കണ്ടിട്ട്. ഒരെണ്ണം വലുതാ അല്ലേ? നമ്മളിന്ന് എടുത്തേക്കുന്ന ട്രക്കിംഗ് എലഫൻറ്റ് സോങ് ട്രെയിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രക്കിംഗ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രൂക്ഷ സ്മെല്ല് കിട്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 10-15 മീറ്റർ മാത്രം ട്രക്കിംഗ് പത്തിൽ നിന്ന് മാറിയിട്ടാണ് നമ്മുടെ കടുവ അടിച്ചിട്ടേക്കുന്നത് കണ്ടത് കേട്ടോ. കാട്ടുപോത്തിനെ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും അവിടെ എല്ലാം കടുവയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ജസ്റ്റ് മിസ്സാണ് ആക്ച്വലി. എനിക്ക് പറക്കണതേ ബ്ലാക്ക് ഈഗിൾ കേട്ടോ. ഇതുണ്ടോ നോക്കാം, നമുക്ക് തിരിച്ച് വരുമോ നോക്കാവേ. അതുണ്ടോ പറന്നു പോണേ. എലഫൻറ്റ് സോങ് ട്രെയിൽ ഇവിടുത്തെ ഒരു ചെറിയ ട്രക്കിംഗ് ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ട്രക്കിംഗ് ആട്ടോ. അത്യാവശ്യം വൈൽഡ് ലൈഫ് സൈറ്റിങ്സിന് സാധ്യതയൊക്കെയുള്ളൊരു ട്രക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 380 പെർ ഹെഡ് ആട്ടോ. പെർ ഹെഡ് 380 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് എല്ലാ ട്രക്കിങ്ങും ഇവിടെ ബുക്ക് ചെയ്യുന്നത് parambikulam.org വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ. നമ്മുടെ ബാക്കി എല്ലാ പ്രോഗ്രാമും ബുക്ക് ചെയ്യുന്നത് തന്നെ. ഈ ട്രക്കിങ്ങിന് വീക്ക് ഡേയ്സ് 300 രൂപയാണ് ചാർജ്, വീക്കെൻഡാണ് 350 രൂപ, വീക്കെൻഡും ഹോളിഡേയ്സിലും. പിന്നെ അതുപോലെ മിനിമം 5 പേര് വേണം ഈ ട്രക്കിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 5 പേരുടെ ചാർജ് ഒരുമിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ നടന്ന് ഇത് തോടിൻ്റെ കരയിലെത്തിയിട്ടാണ്. നമ്മുടെ കയ്യിൽ വെള്ളം തീർന്നായിരുന്നു. അതായത് ഈ തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി അങ്ങ് കുടിക്കാം. ഇപ്പം നമ്മുടെ കൂടെ ഇന്ന് ട്രക്കിങ്ങിന് വന്നേക്കുന്ന 2 ഗൈഡുമാർ, വെറും ഗൈഡുമാരല്ല കേട്ടോ, ഇവിടുത്തെ നാച്ചുറലിസ്റ്റാണ്. അത് മുരുകേശൻ നമ്മുടെ കൂടെ മുന്നത്തെ ട്രക്കിങ്ങുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സെൽവൻ ചേട്ടനും, 2 പേരും നാച്ചുറലിസ്റ്റുകളൊക്കെ ആട്ടോ. ഇവരുടെ സെൽവൻ ചേട്ടൻ്റെ കൂടെ പോയപ്പോഴാണ് നമുക്ക് അന്ന് ആദ്യത്തെ പ്രാവശ്യം ടൈഗറിനെ കിട്ടി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ലേ ട്രക്കിങ്ങിനിടയ്ക്ക്. അത് നമ്മുടെ കൂടി എന്നുള്ളതേ നമ്മുടെ പട്ടിയാർ ബംഗ്ലാവും അതുപോലെ അമ്പലപ്പാറയിലൊക്കെ ഉള്ളതാ സബിൻ, പിന്നെ ഇതാ നമ്മുടെ സേതുചേട്ടൻ, പിന്നെ നമ്മുടെ ഹാരിസും. ഇതാട്ടോ നമ്മുടെ ടീം. അപ്പോൾ ഇത് കാടിൻ്റെ പല വകഭേദങ്ങളിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇവിടെ അടിക്കാട് കുറവാണ്, അതേസമയം ചെറിയ വലിപ്പം കുറഞ്ഞ മരങ്ങളാണ് കേട്ടോ. അവിടെ മുഴുവൻ നല്ല തണുപ്പുമാണ്, ഇല വീണ് കിടക്കുന്നുണ്ടോ. അങ്ങനെ തിക്കായിട്ട് അടിക്കാടുള്ള സ്ഥലങ്ങൾ, അങ്ങനെ പല ടൈപ്പ് കാടിനകത്തൂടെ കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. എവർഗ്രീൻ ഫോറസ്റ്റിലോട്ട് കയറി നമ്മൾ. എനിക്ക് ഡിഫറൻസ് കണ്ടോ, നല്ല തണുപ്പും പച്ചപ്പും ഇലയും. വമ്പം മരം, അതിൻ്റെ താഴെ കണ്ടോ എന്തിൻ്റെ ഒരു ചെറിയ പൊത്ത്, ഒരു കൂടൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്നാ വലിപ്പം നോക്കി. പിന്നെ വരുന്ന വഴിയിലൊക്കെ ഇതുപോലത്തെ ഇഷ്ടം പോലെ മരങ്ങൾ കാണാം കേട്ടോ. നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുണ്ട്. എവർഗ്രീൻ ഫോറസ്റ്റിലോട്ട് കയറിയപ്പോഴേക്കേ കാടിൻ്റെ ഭംഗി മൊത്തത്തിൽ അങ്ങ് മാറിയേ. നമുക്ക് അടിപൊളി. നമ്മുടെ പറമ്പിക്കുളത്ത് വേറൊരു ട്രക്കിങ്ങിലും ഇതുപോലെ എവർഗ്രീൻ ഫോറസ്റ്റില്ല കേട്ടോ, ഒട്ടുമിക്കതിനകത്തും പ്ലാന്റേഷനാണ് വരുന്നത്, തേക്കിൻ്റെ പ്ലാന്റേഷനും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ട്രക്കിങ്ങിലാണ് കാട് നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എടുത്തത് എലഫൻറ്റ് സോങ് ട്രെയിലാണ്. നമ്മുടെ ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇത് കറങ്ങി നമ്മൾ തിരിച്ച് ഇപ്പുറത്ത് മെയിൻ റോഡിലോട്ട് ചെന്ന് കയറുന്ന രീതിയിലാട്ടോ ഈ ട്രെയിൽ വരുന്നത്. അത്യാവശ്യം നല്ല കാടാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ
ഇവിടെയുള്ളതിൽ നല്ല ഭംഗിയുള്ളൊരു ഫോറസ്റ്റ് ഇതാണ്. സൈറ്റിങ്സിനുള്ള സാധ്യത ബാക്കിയുള്ള സ്ഥലത്തെ പോലെ തന്നെ കേട്ടോ. കിട്ടിയാൽ ടൈഗറിനെയൊക്കെ കിട്ടാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ അങ്ങനെ റെഗുലറായിട്ട് സൈറ്റിങ്സ് ടൈഗറിനൊന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. അതൊരു ട്രെക്കിങ്ങിലും അങ്ങനെ കിട്ടത്തില്ല. പിന്നെ സൈറ്റിങ്സിൻ്റെ കാര്യം അറിയാലോ, ലക്കാണ്. ട്രക്കിങ്ങിന് ഇടയ്ക്ക് അടുത്തൊരു റെസ്റ്റും കൂടി എടുത്തേ. അടുത്ത് മടുത്തില്ലെന്നൊക്കെ പറഞ്ഞ് കട്ടയ്ക്ക് നടന്നിട്ടേ വീണു. ലോ ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്ന മടുത്തതല്ല, ലോ ആംഗിളിലെ ഷൂട്ടിംഗ് ആണെന്ന് കണ്ടോ. ഒരു കുപ്പിയുടെയും സഹായം വേണ്ടെന്നാണ് ഹാരിസ് പറയണത്. നടന്ന് നമ്മൾ വീണ്ടും ഒരു ചാലിൻ്റെ അടുത്തെത്തിയേ. പിന്നെ ഭംഗിയുള്ള ചാലാൻ നോക്കി, വെള്ളമൊക്കെ പറ്റി തുടങ്ങി, ചാലുമുണ്ട്. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഏകദേശം തീരാനായി കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ അല്ലെങ്കിൽ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പറമ്പിക്കുളം.org വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലിടുക. ഇതുപോലത്തെ ഒരുപാട് ട്രക്കിംഗ് അല്ലെങ്കിൽ ഫോറസ്റ്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.